ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പണ്ട് കാലം മുതൽക്ക് എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പ്ലാന്റ്സാണ് വാൻഡ്രിങ് ജൂ ആണെന്നുള്ളത് പേര്. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാനത് പഠിച്ചതിന്. അപ്പോൾ ഓരോ ചെടികളെ എനിക്ക് ഇഷ്ടമാണ്, ഓരോ പേരുകളും ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാൻഡ്രിങ് ജൂവിന് ഏകദേശം 20ഓളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെറും പർപ്പിൾ കളർ മാത്രമായിട്ടുള്ള ഒരു വാൻഡ്രിങ് ജൂ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഈ വാൻഡ്രിങ് ജൂ ആണ് ഇഷ്ടം. അതുമാത്രമല്ല, വെരിഗേറ്റഡ് ആയിട്ടുള്ള വാൻഡ്രിങ് ജൂ ഉണ്ട്, വൈറ്റും ഗ്രീനും. പക്ഷേ അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഒന്ന് നല്ല കട്ടിയുള്ള ഇലയാണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫായിരിക്കും. അതുപോലെ തണ്ടും നല്ല ഫ്ലഷി ആയിരിക്കും. അപ്പോൾ ഈ കുറച്ച് പ്ലാന്റ്സുകളുടെ കളക്ഷൻ നമുക്ക് എപ്പോഴും ഗാർഡൻ ഉള്ളവർക്ക് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരു വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പോൾ വാൻഡ്രിങ് ജൂ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമ്മളെ കണ്ണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ എങ്ങനെയെങ്കിലും നമ്മൾ പൈസയ്ക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുന്നതാണെങ്കിൽ വാങ്ങി വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന വാൻഡ്രിങ് ജൂ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത് അവരെടുത്തിട്ട് ബാക്കി അവിടെ എൻ്റെ സ്റ്റെമ്മ് ഉപേക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് നല്ല രീതിയിൽ അങ്ങ് സ്പ്രെഡായി. അപ്പോൾ ഈ പ്ലാന്റ്സ് വളരെ എൻ്റെ ഇലയുടെ ആ ഭംഗിയുണ്ട്, നല്ല വലിയ ഇലകളാണ് കേട്ടോ. അതിലൊന്ന് ഒരു സിൽവർ കളറിലെ ഒരു കോട്ടിങ് പോലെയാണ് ഇതിനകത്ത്. അത് മാത്രമല്ല അതിൻ്റെ ഇലകൾക്ക് ചെറിയ രോമങ്ങൾ പോലെയുള്ള ഒരു ഇതൊക്കെ കണ്ടാൽ. അപ്പോൾ അത് പക്ഷേ കയ്യിൽ അങ്ങനെ അലർജിയോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. പക്ഷേ ഈ ഇലകൾക്ക് അത് തറയിൽ ചുമ്മാ ഒരു വളമോ ഒന്നുമില്ലാതെ തറയിൽ വളർന്ന ഇല ആയതുകൊണ്ടാവാം, ചെടിയായതുകൊണ്ടാവും അതിൻ്റെ ഇലകൾക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആയിരുന്നു. അതിൻ്റെ കളർ ടെക്സ്ചർ വന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ ഹാങ്ങിങ് ചെയ്ത് വളർത്താനാണ് കേട്ടോ ഈ വാൻഡ്രിങ് ജൂ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇതിന് മുമ്പേ അച്ചാർ വാങ്ങിയപ്പോൾ കിട്ടിയ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ദോരങ്ങളൊക്കെ ഇട്ട് അതിൽ വെച്ചതാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് വേറൊരു പ്രത്യേകത, വളരെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും, വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി വെള്ളവും അതിന് വേണ്ട, പക്ഷേ അധികം വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള പോട്ടിംഗ് മിക്സ്, എൻ്റെ കയ്യിൽ എംസാൻഡും ആറ്റുമണലോ അങ്ങനെ മണലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിന് എംസാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എംസാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം അധികം അതിൽ തങ്ങി നിൽക്കില്ല. അപ്പം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഒരു കപ്പ് ഒരു ചിരട്ടയോളം ഞാൻ കോക്കോ പീറ്റ് ചേർത്തിട്ടുണ്ട്. സാധാരണ ഗാർഡൻ സോയിൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. ഒരു പിടി ചെറിയ കുറച്ച് ഒരു ചാണകപ്പൊടി അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ വളങ്ങളായിട്ടൊന്നും ചേർത്തിട്ടില്ല. അതിന് കാരണം ഞാൻ മിക്കവാറും പണ്ട് മുതൽക്ക് തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ ഇതിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അങ്ങ് സ്പ്രെഡായിട്ട് വളർന്നിട്ട് ആ മരത്തിൻ്റെ പകുതിയോളം അതങ്ങനെ ഈ ചെലന്തി കാല് വെച്ച് കയറുന്ന പോലെ ഇതിൻ്റെ വേരുകൾ ആ മരത്തിൽ പിടിച്ച് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വെള്ളമോ വളമോ ഒന്നും കൊടുക്കാതെ തനിയെ വളരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ വെറുതെ വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുമാത്രമല്ല, ഞാൻ ഈ കുപ്പി തന്നെ ഉപയോഗിക്കാൻ കാരണം ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന ചെടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് വളർന്ന് ഈ കുപ്പി കാണാത്ത രീതിയിൽ, ഈ പോട്ട് കാണാത്ത രീതിയിൽ താഴേക്ക് അങ്ങ് വരും. അപ്പോൾ ഇത് ഏതിലാണ് നട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഈ കുപ്പിയിൽ ഇടുമ്പോൾ വൃത്തികരമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം വേറെ ഇത്തിരി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റി അത് നല്ല രീതിയിലൊന്നൊന്ന് സ്പ്രെഡായിട്ട് വളർന്ന് വന്നതിന് ശേഷം, കുപ്പി കാണാത്ത രീതിയിൽ വളർന്നതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്യാം. ഇത് മെത്തേഡ് 2 ആണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തത് സാധാരണ നമ്മുടെ പോട്ടിൽ തന്നെ അതേ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ വാൻഡ്രിങ് ജൂ പ്ലാന്റ് ഒരു 3 ഇല 4 ഇല
ഭാഗം വെച്ച് ഞാൻ മുറിച്ച് അതിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നത് കൊണ്ട് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളങ്ങൾ വെറുതെ ഇട്ട് തന്നെ വേസ്റ്റ് ആക്കേണ്ട ഒരാവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് പറയാം ആട്ടുംകാഷ്ടം, അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയൊക്കെ ചുമ്മാ വേണമെങ്കിൽ പറയാതിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഈ വാൻഡ്രിൻ ജൂ എന്ന് പറയുന്ന പ്ലാന്റ് നന്നായിട്ട് വളരും. ഇത് ഇൻഡോറിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ്. നമ്മുടെ അടുക്കള ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ നമ്മുടെ വെർട്ടിക്കൽ പോട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് വെച്ചാൽ താഴേക്ക് മാല പോലെ വളർന്ന് നിൽക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നീട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് വളർന്നതിന് ശേഷം ഇതിൻ്റെ കട്ടിങ്സ്, ചെറിയൊരു കട്ടിങ്സ് മതി കേട്ടോ. ഇത് വളർന്നു വരും. ഒത്തിരി നീളമുള്ള കട്ടിങ്സ് തന്നെ വേണമെന്ന് ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ടെക്സ്ചർ കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളർ അങ്ങ് നല്ല സ്പ്രെഡാവും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ സിൽവർ കോട്ടിങ് പോലെയുള്ള ആ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടുകൊണ്ട് എനിക്കത് അത്ര നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ചെറിയൊരു സിൽവർ കോട്ടിൻ്റെ ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ അതിനുള്ളത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പണ്ട് നമുക്ക് ചായക്ക് കുടിക്കില്ലേ ചെറിയ ഗ്ലാസ്, അതിലേക്ക് ഈ റെയിൻബോ പെബിൾസാണ്, പല നിറത്തിലുള്ള പെബിൾസ് ഇട്ട് വെള്ളം ഒഴിച്ചു അതിലേക്ക് സെറ്റ് ചെയ്തു. ഏകദേശം 4ാമത്തെ ദിവസമായപ്പോഴേക്കും അതിൽ പുതിയ ഗ്രോത്ത് ഉണ്ടായി, വേര് വന്നിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് വേര് വരുന്നത് എന്നാണ് കണ്ടോ. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രോത്താണ്, വളരെ പെട്ടെന്നുണ്ടാവും. അതാണ് പറയുന്നത്, ഇതിന് പ്രത്യേകിച്ചൊരു വളപ്രയോഗത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇതൊരു വളം ഇല്ലെങ്കിലും നന്നായിട്ട് വരുന്ന ഒരു പ്ലാന്റ്സാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അത്രയും നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് സഹായിക്കും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.